ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒരു റിമൈൻഡർ മാത്രമാകുന്നില്ല, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാകുന്നില്ല. അതൊരു വേക്കപ്പ് കോളാണ്. നിങ്ങളെ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ അവസാനമില്ലാതെ ഫോണിൽ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ, റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നിസ്കാരം ഒഴിവാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ മാറും, പക്ഷെ ആ ഒരു ദിവസം ഒരിക്കലും വന്നെത്തിച്ചേരില്ല. സോ ഈ ഒരു വീഡിയോ കുറച്ച് മടിയുള്ളവർക്കും ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നവർക്കും, ഫോണിൽ ജസ്റ്റ് വെറുതെ സ്ക്രോൾ ചെയ്ത് പോകുന്നവർക്കും, ആൻഡ് ഓൾസോ മനസ്സ് മരവിച്ച പോലെ ഫീൽ ചെയ്യുന്നവർക്കും കൂടെ ഉള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവും, ഞാൻ ജീവിതം ജീവിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് വേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് എന്നുള്ള തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടാവും. സോ നമുക്ക് എങ്ങനെ ഈ ഒരു സിറ്റുവേഷന് ബെറ്റർ ആയിട്ട് എടുക്കാം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ, ഈ സമയം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, അതൊരു അനുഗ്രഹമാണ്. നമ്മളെക്കുറിച്ച് അള്ളാഹു ചോദിക്കപ്പെടും. നമ്മളെ സമയത്തിനെക്കുറിച്ച് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി സമയം ചെലവാക്കി എന്നുള്ളതെല്ലാം അള്ളാഹു ചോദിക്കും. നമ്മുടെ ഖുറാനിൽ സൂറത്തുൽ അസറിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, സമയത്തോടനുസരിച്ച് മനുഷ്യൻ നഷ്ടത്തിലാണ്. അത് എല്ലാവരുമല്ല, എക്സെപ്റ്റ് പക്ഷെ ആരാണോ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത്, ആരാണോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത്, ആരാണോ സത്യമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ഓൾസോ ദുഃഖ സാഹചര്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ സമാധാനിപ്പിക്കുന്നവർ. സോ ഈ ഒരു ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്നത് ഇതാണ്, ഈ ടൈപ്പിലുള്ള മനുഷ്യരുടെ സമയം ഒരിക്കലും നഷ്ടത്തിലാവില്ല. ഈ സമയത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുറേ ആളത് വേസ്റ്റ് ആക്കുകയാണ്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, 2 അനുഗ്രഹങ്ങൾ ആൾക്കാർ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒന്ന് സമയം, രണ്ടാമത്തേത് നമ്മുടെ ആരോഗ്യം. ഇത് ഹദീസിലുള്ളതാണ്. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കിയേ, ഞാനും നിങ്ങളൊക്കെ ആരോഗ്യമുള്ളവരാണ്, നമുക്ക് സമയമുണ്ട്, പക്ഷേ നമ്മൾ എത്രത്തോളം അള്ളാഹുവിന് നമ്മുടെ സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും, ഞാനും അടക്കം ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പലപ്പോഴും പറയായിരിക്കും നമ്മൾ റിലാക്സ് ചെയ്യാണ്, ജസ്റ്റ് ഒരു 3 മണിക്കൂർ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും റിലാക്സേഷൻ ആണോ, അതോ നമ്മുടെ സമയം നമ്മൾ പാഴാക്കുവാണോ? ഇത് നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് പറയാം. ഈ ജീവിതം താൽക്കാലികമാണ്, നമ്മൾ ഒരിക്കലും അതിനാൽ നമ്മൾ പറ്റിക്കപ്പെടരുത്. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ഒരു ലോകം സത്യവിശ്വാസികൾക്ക് ഒരു ജയിൽ പോലെയാണ്, എന്നാൽ അവിശ്വാസികൾക്ക് ഇത് സ്വർഗം പോലെയാണ്. നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമല്ലോ. ഓൾസോ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളും കടന്നു വരും. സോ നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അത് സ്വർഗമാണ്, പരലോക ജീവിതമാണ്. സോ ഒരിക്കലും നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശീലങ്ങളും നമ്മുടെ സമയം ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഖബറിലുള്ള മനുഷ്യന്മാർ അവരുറങ്ങുകയല്ല, അവരുടെ എല്ലാവരുടെയും മനസ്സിലൊരു കാര്യമുണ്ട്, അത് അവർ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പഠിച്ചവനെ എന്നെ ഒന്ന് തിരിച്ചയക്കോ, എനിക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് സൂറത്തുൽ മുഅ്മിനൂൻ എന്നുള്ളതിൻ്റെ ആയത്താണ്. ഒരിക്കലും നമുക്ക് ആ ഒരു നിമിഷത്തിൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കാരണം ഈ ഒരു ജീവിതമായിരുന്നു നമ്മൾ ഒറ്റൊരു ചാൻസ് എന്ന് പറയുന്നത്. നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മരിച്ച മനുഷ്യന്മാരും റിഗ്രറ്റ് ചെയ്യും. അതായത് നല്ല മനുഷ്യന്മാർ അവർ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് റിഗ്രറ്റ് അടിക്കും. മോശപ്പെട്ടവർ അവരെന്തുകൊണ്ടാണ് ആ ഒരു ചീത്ത പ്രവർത്തികൾ അവർ ചെയ്തത് എന്നാലോചിച്ച് ഭയങ്കരമായ റിഗ്രറ്റ് അല്ലെങ്കിൽ കുറ്റബോധം അവരുടെ മനസ്സിലിങ്ങനെ വരും. ആദമിൻ്റെ സന്തതികളെ നിങ്ങൾ ജസ്റ്റ് എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. ഒരു ദിവസം കടന്നു പോകുമ്പോൾ നിങ്ങളിലൊരു ഭാഗം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് നമ്മളോട് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞതാണ്. അതുകൊണ്ട് ബിസ്മില്ലാ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എത്ര ചെറിയ കാര്യമായാലും അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങളും ഞാനൊക്കെ ഒരുപാട് സമയം ഫോണിൽ സ്ക്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് വാങ്ങിക്കാനോ മാത്രമല്ല നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത്. നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ ഒരാവശ്യവും ഇല്ലാതെ, അതായത് ഒരു പർപ്പസും ഇല്ലാതെയാണോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടതെന്ന്? നിങ്ങൾ ഞങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ അടുക്ക് പോകും.
അതുകൊണ്ടാണ് നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഈ ഒരു ലോകത്ത് നിങ്ങളൊരു ട്രാവലർ, അതായത് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം, ഒരു അന്യനെ പോലെ നിങ്ങൾ ജീവിക്കണം. കാരണം നമ്മുടെ ശരിക്കുമുള്ള സ്ഥലം ഇവിടെ ആവുന്നില്ല, അത് സ്വർഗത്തിലാവുന്നു. നമ്മളെല്ലാവരും സ്വർഗം അർഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളൊക്കെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമ്മളുടെ ദീനിനെ നമ്മൾ കൈവിടാൻ പാടില്ല. എത്ര വിഷമങ്ങളോ എത്ര പരീക്ഷണങ്ങളോ നമ്മളുടെ ലൈഫിൽ വന്നാലും നമ്മൾ അല്ലാഹുവിനെ കൈവിടാൻ പാടില്ല. നമ്മളുടെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്ത് സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളോട് പറയാണ്, ഞാൻ നിന്നാൽ തൃപ്തനാണ്. മലക്കുകളെ നമ്മളെ സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളോട് ചിരിക്കുകയാണ്. ഈ ഒരു മൊമെൻ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, എന്ത് ബ്യൂട്ടിഫുള്ളാ. അതുകൊണ്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കോ. ഒരിക്കലും ഒരു മാറ്റം നിങ്ങളിൽ എല്ലാവരിലും ഒരു ദിവസം ഉണ്ടാവുമെന്ന് വെച്ച് ചിന്തിക്കരുത്. ഒരു ദിവസം കൊണ്ടൊന്നും ആരും മാറില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ നമ്മൾ സ്റ്റാർട്ടാക്കുക. നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആക്കരുത്. നമ്മുടെ ആഖിറത്തിനെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ പടച്ച റബ്ബിനെ നമ്മൾ സ്നേഹിക്കണം. കാരണം ജീവിതം എന്ന് പറയുന്നത് അത്ര ചെറുതാണ്. നമ്മൾ വിചാരിക്കും ഒരുപാടുണ്ട്, ഇനി പിന്നെ മാറാം എന്നൊക്കെ. പക്ഷെ നമ്മൾ അല്ലാഹുവിനെ മാത്രമേ അറിയും. നമ്മൾ ഇന്നോ നാളെയോ എപ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് അടുത്ത സെക്കൻഡ് തന്നെ നമ്മൾ മരിച്ചു പോയേക്കാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരുപാട് ദിവസം ഉണ്ടെന്ന് വിചാരിക്കരുത്. നമ്മൾ ഒരുപാട് ടൈം ഈ ഫോണ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വേസ്റ്റ് ആക്കി കളഞ്ഞു. പക്ഷെ ഇനി അത് സംഭവിക്കാൻ പാടില്ല. നമ്മൾ വേസ്റ്റ് ചെയ്തു പോയ സമയത്തിനെ കുറിച്ച് നമ്മൾ അല്ലാഹുവിനോട് പൊരുത്തം ചോദിക്കുക. നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ഒരുപാട് തകർന്നു പോയിട്ടില്ല, നിങ്ങൾ ഒരുപാട് ദൂരം പോയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ തുടങ്ങണം. ഇൻഷാ അല്ലാ എനിക്കും നിങ്ങൾക്കൊക്കെ നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കാൻ അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓൾസോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.